Hello students, today we are going to discuss about arbitrage and different types of arbitrage. So what is arbitrage? Arbitrage എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് സെയിം കമ്മോഡിറ്റി ഇൻ ഡിഫറെൻറ്റ് മാർക്കറ്റ്. ഒരേ കമ്മോഡിറ്റി തന്നെ നമ്മളൊരു വില കുറഞ്ഞ മാർക്കറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു ആൻഡ് ദ വെരി സെയിം കമ്മോഡിറ്റി ഈസ് ട്രേഡഡ് ഇൻ എ മാർക്കറ്റ് വിച്ച് ഇസ് ഹാവിങ് ഹൈ പ്രൈസ്. വില കൂടിയ മാർക്കറ്റിൽ അത് വിൽക്കുന്നു. അതിൽ നിന്ന് കിട്ടുന്ന ആ ലാഭം എടുക്കുന്ന ആളുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആർബിട്രേജേഴ്സ് എന്ന് പറയുന്നത്. സോ ദ പേഴ്സൺ ഓർ ദ ഇൻഡിവിജ്വൽ എൻഗേജ്ഡ് ഇൻ ദീസ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റീസ് ആർ കോൾഡ് ആർബിട്രേജേഴ്സ്. ആ ഒരേ കമ്മോഡിറ്റീൻ്റെ തന്നെ രണ്ട് മാർക്കറ്റിലെ വില വ്യത്യാസത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആർബിട്രേജ് എന്ന് പറയുന്നത്. ആ വില വ്യത്യാസം എടുക്കുന്നതിനെയാണ് നമ്മൾ ആർബിട്രേജിങ് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ആൻഡ് ദ പേഴ്സൺ ഡൂയിങ് ദിസ് ഇസ് കോൾഡ് ആർബിട്രേജേഴ്സ്. സോ വാട്ട് ഈസ് ഇൻട്രസ്റ്റ് ആർബിട്രേജ്? ഇൻട്രസ്റ്റ് ആർബിട്രേജ് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഇൻട്രസ്റ്റിൽ വരുന്ന ഡിഫറൻസ് എടുക്കുന്നവരെ നമ്മൾ എന്ത് പറയും, ഇൻട്രസ്റ്റ് ആർബിട്രേജ് എന്ന് പറയും. സോ movement of fund from a low interest center to a high interest center means that the supply of fund in high interest center increases as it leads to a decline in interest rate. അപ്പോൾ നമ്മൾ പറഞ്ഞു ആർബിട്രേജ് എന്ന് പറഞ്ഞാൽ വില വ്യത്യാസമാണ്. അതേപോലെ ഇൻട്രസ്റ്റിലുള്ള മാറ്റം എടുക്കുകയാണെങ്കിൽ അതിന് നമ്മൾ എന്ത് പറയും, ഇൻട്രസ്റ്റ് ആർബിട്രേജ് എന്ന് പറയും. സോ ഈ ഇൻട്രസ്റ്റ് ആർബിട്രേജ് തന്നെ രണ്ട് രീതിയിലുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പം ഇൻട്രസ്റ്റ് ആർബിട്രേജിൽ ഇൻട്രസ്റ്റിൻ്റെ ഡിഫറൻസിൽ അഡ്വാൻറ്റേജ് എടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് സെൻറ്റേഴ്സ്, ഹയർ ഇൻട്രസ്റ്റ് റേറ്റ് കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും, ഈ ഫണ്ടുകളെ നമ്മൾ ഒരുപാട് കൺട്രീസിലേക്ക് അല്ലെങ്കിൽ ഒരുപാട് ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റുകളിലേക്ക് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ നമ്മുടെ ഡൊമസ്റ്റിക് കറൻസീനെ നമ്മൾ എന്ത് ചെയ്യും, ഫോറിൻ കറൻസിയിലേക്ക് മാറ്റാൻ സാധ്യതയുണ്ട്. അങ്ങനെ ആ ട്രാൻസ്ഫർ ചെയ്യുമ്പം ആ ഇൻട്രസ്റ്റിൽ വരുന്ന വ്യത്യാസങ്ങളാണ് ഇവിടെ ആർബിട്രേജ് ചെയ്യുന്നത്. അറ്റ് ദ ടൈം ഓഫ് മെച്യൂരിറ്റി ദ ഫണ്ട്സ് ആർ റീകൺവേർട്ടഡ് ഫ്രം ദ ഫോറിൻ കറൻസി ടു ദ ഡൊമസ്റ്റിക് കറൻസി. അപ്പോൾ അതാണ് സംഭവിക്കുന്നത്. നമ്മുടെ ഒരു ഡൊമസ്റ്റിക് കറൻസീനെ നമ്മളൊരു ഫോറിൻ കറൻസിയിലേക്ക് മാറ്റുന്നു. എന്തിനു വേണ്ടി, ഫോറിൻ എക്സ്ചേഞ്ച് മാർക്കറ്റിൽ അത് ട്രേഡ് ചെയ്യാൻ വേണ്ടി. അതിൽ നിന്ന് വരുന്ന ആ ഒരു ഇൻട്രസ്റ്റ് ഡിഫറൻസ് ആണ് നമ്മുടെ ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതിനുവേണ്ടി അത് അതിങ്ങനെ മാറ്റുന്നു. ആൻഡ് അറ്റ് ദ മെച്യൂരിറ്റി ടൈം വാട്ട് വി ആർ ഡൂയിങ് ഈസ് വി ജസ്റ്റ് റീകൺവേർട്ട് ദിസ് ഫോറിൻ കറൻസി ഇൻ ടു അവർ റെസ്പെക്റ്റീവ് ഡൊമസ്റ്റിക് കറൻസി. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണ്, അങ്ങനെ ചെയ്യുമ്പം നമ്മുടെ ഫോറിൻ കറൻസി ഡിപ്രീസിയേറ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ടാവും. അപ്പോൾ അവിടെ ഒരു റിസ്ക് ഉണ്ട് അല്ലേ. ഇപ്പം ഇന്ത്യൻ റുപ്പീസിനെ നമ്മൾ US ഡോളറിലേക്ക് കൺവേർട്ട് ചെയ്യുന്നു ആൻഡ് ഒരു 6 മാസം കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ തിരിച്ച് കൺവേർട്ട് ചെയ്യുന്നു. അങ്ങനെ വരുമ്പം എന്തായാലും ഒരു ഇൻട്രസ്റ്റ് റേറ്റിൽ ഡിഫറൻസ് വരുന്നു. ആ ഡിഫറൻസിലൊരു റിസ്ക് ഇൻവോൾവ് ആണ്. നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലാത്തതുകൊണ്ട് തന്നെ റിസ്ക് ഇൻവോൾവ് ആണ്. അങ്ങനെയുള്ള റിസ്ക്കുകൾ കവർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് കവേർഡ് ഇൻട്രസ്റ്റ് ആർബിട്രേജ് എന്ന് പറയുന്നു. ഇഫ് ഇറ്റ് ഈസ് നോട്ട് കവേർഡ്, ഇഫ് ദ റിസ്ക് ഇസ് നോട്ട് കവേർഡ്, ദെൻ ഇറ്റ് ഇസ് കോൾഡ് അൺകവേർഡ് ഇൻട്രസ്റ്റ് ആർബിട്രേജ്. സോ ഇൻട്രസ്റ്റ് ആർബിട്രേജ് ഈസ് അഗൈൻ ക്ലാസിഫൈഡ് ഇൻടു 2, ദാറ്റ് ഈസ് covered interest arbitrage and uncovered interest arbitrage. Covered interest arbitrage detail ആയിട്ട് പറയുകയാണ് എന്താ, ഫസ്റ്റ് ഓഫ് ഓൾ ഇറ്റ് വിൽ കവർ ദ റിസ്ക് ഇൻവോൾവ്ഡ് ഇൻ ദിസ് ട്രാൻസാക്ഷൻ. Investors of short-term fund abroad generally want to avoid the foreign exchange risk. ഷോർട്ട്-ടേം ഫണ്ടുകളിലേക്കുള്ളവർക്ക് അവരുടെ റിസ്ക്കും കൂടെ അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ പറ്റില്ല. അവരത് ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ടൊന്നും അല്ല അവർ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, ഫോർ ടേക്കിംഗ് ദിസ് അഡ്വാൻറ്റേജ് ഓൺലി. സോ they should get this risk covered. Then most of these investors may take advantage of interest rate differential between two financial centers, so they are ready to move their funds abroad for this purpose. അപ്പോൾ അവർ ട്രാൻസാക്ട് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പർപ്പസായിട്ടല്ല അവർ ചെയ്യുന്നത്, ജസ്റ്റ് ടു ടേക്ക് ദിസ് അഡ്വാൻറ്റേജ് ഓഫ് ദിസ് പ്രൈസ് ഫ്ലക്ച്വേഷൻ ഇൻ 2 or 3 ഡിഫറെൻറ്റ് മാർക്കറ്റ്സ് ഫോർ ദിസ് സെയിം കമ്മോഡിറ്റി. സോ ആ ഒരു കേസിൽ അവരെന്താ ചെയ്യുന്നത്, അവർ ആ ഇൻട്രസ്റ്റ് റേറ്റിലുള്ള ഡിഫറൻസ് എടുക്കാനേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ദേ ഷുഡ് ഗെറ്റ് ദിസ് റിസ്ക് കവേർഡ്. അപ്പോൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറല്ലാത്തവരുടെ എടുക്കുന്ന ഒരു ടൈപ്പ് ഓഫ് ആർബിട്രേജ് ആണ് കവേർഡ് ഇൻട്രസ്റ്റ് ആർബിട്രേജ്. സോ they would like to protect themselves against this exchange risk and all. അങ്ങനെ ആ ഒരു ഇൻട്രസ്റ്റ് കവർ ചെയ്യാൻ അവരെന്ത് ചെയ്യുന്നു, ദേ വിൽ ബൈ ഫോറിൻ കറൻസി ഇൻ സ്പോട്ട് മാർക്കറ്റിൽ അവർ ബൈ ചെയ്യുന്നു ആൻഡ് ദേ വിൽ ഇൻവെസ്റ്റ് ഇറ്റ് ഇൻ എബ്രോഡ്.
അതേസമയം തന്നെ അവർ ഫോറിൻ കറൻസി സെല്ല് ചെയ്യുന്നു, ഫോർവേഡ് മാർക്കറ്റിൽ സെല്ല് ചെയ്യുന്നു. സ്പോട്ട് മാർക്കറ്റിൽ അവർ ബൈ ചെയ്യുന്നു, ഫോർവേഡ് മാർക്കറ്റിൽ അവർ സെല്ല് ചെയ്യുന്നു. ഇത് രണ്ടും അറ്റ് എ ടൈം സൈമൾട്ടേനിയസ് ആയിട്ട് സംഭവിക്കുകയാണ് ചെയ്യുന്നത്. ആൻഡ് അങ്ങനെ സംഭവിക്കുന്നതിനാണ് നമ്മൾ സ്വാപ്പ് എന്ന് പറയുന്നത്. നമ്മൾ ഡെറിവേറ്റീവ്സിലൊക്കെ പഠിക്കുന്നുണ്ട് സ്വാപ്പ്. സോ ദിസ് സ്വാപ്പ് ഇസ് ഫോർ മേക്കിംഗ് ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻറ്റ്. ഇത് ഷോർട്ട് ടേമിലേക്ക് ആയതുകൊണ്ട് തന്നെ റിസ്ക് കവേർഡ് ആയതുകൊണ്ട് നമ്മൾ ഇതിന് എന്ത് പറയുന്നു? കവേർഡ് ഇൻട്രസ്റ്റ് ആർബിട്രേജ് എന്ന് പറയുന്നു. സോ ബൈയിങ് ഈസ് ഡൺ ഇൻ എ സ്പോട്ട് മാർക്കറ്റ് ആൻഡ് selling is done in a forward market, and this too will happen simultaneously at the same time to cover the risk, and it's done for a very short period for taking this interest risk, to take this advantage of this interest. Okay, so this is called a covered interest arbitrage. അൺകവേർഡ് ഇൻട്രസ്റ്റ് റേറ്റിൽ അപ്പോൾ എന്താണ് സംഭവിക്കുക? ഈ ഒരു ഫോറിൻ എക്സ്ചേഞ്ച് നടത്തുന്നത് കൊണ്ടുള്ള റിസ്ക് അവിടെ കവർ ചെയ്യപ്പെടുന്നില്ല. അതാണ് അവിടെ സംഭവിക്കുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ട്രാൻസ്ഫർ ഓഫ് ഫണ്ട് ഇസ് മെയ്ഡ് ഫോർ ടേക്കിംഗ് അഡ്വാൻറ്റേജ് ഓഫ് ഹയർ ഇൻട്രസ്റ്റ് ഏർണിങ്സ് വിത്തൗട്ട് പ്രൊട്ടക്റ്റിംഗ് എഗെയിൻസ്റ്റ് എക്സ്ചേഞ്ച് റേറ്റ് റിസ്ക്. അവിടെ എന്താ, ഫോറിൻ എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു റേറ്റിലുള്ള റിസ്ക് ഈസ് നോട്ട് അറ്റ് ഓൾ കവേർഡ്. ദാറ്റ് ഷുഡ് ബി ബെയർഡ് ബൈ ദ ഇൻവെസ്റ്റേഴ്സ്. സോ ദ അഡീഷണൽ ഏർണിംഗ് ഓഫ് ഇൻട്രസ്റ്റ്, ഇത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും, ഇൻട്രസ്റ്റിൽ നല്ല ഡിഫറൻസ് വരും, നല്ല റിസ്ക്, നല്ല ഏർണിങ്സ് കിട്ടും. പക്ഷേ എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന ഡിഫറൻസുകൾ ആര് തന്നെ ബെയർ ചെയ്യണം? ഇൻവെസ്റ്റർ തന്നെ ബെയർ ചെയ്യണം. സോ ദിസ് ആർബിട്രേജർ ഹാസ് ടു ബ്രീത്ത് ദ ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് ബിക്കോസ് ഫോറിൻ എക്സ്ചേഞ്ച് റിസ്ക് ഇസ് നോട്ട് കവേർഡ്. ഇത്ര ഓർത്ത് വെച്ചാൽ മതി. ഇൻട്രസ്റ്റ് റേറ്റിൽ റിസ്കിന്, ഇൻട്രസ്റ്റ് ആർബിട്രേജിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്: കവേർഡ് ഇൻട്രസ്റ്റ് ആർബിട്രേജ് ആൻഡ് അൺകവേർഡ് ഇൻട്രസ്റ്റ് ആർബിട്രേജ്. കവേർഡ് ഇൻട്രസ്റ്റ് ആർബിട്രേജ് ആണെങ്കിൽ ഇവർ ചെയ്യുന്നത് എന്ത് തന്നെയാണ്? രണ്ട് മാർക്കറ്റിലെ ഒരേ കമ്മോഡിറ്റീൻ്റെ ഇൻട്രസ്റ്റിൽ വരുന്ന വ്യത്യാസമാണ് ഇവരെടുക്കുന്നത്. ആൻഡ് ഇൻ ദ ഫസ്റ്റ് കേസ് ദാറ്റ് ഫോറിൻ എക്സ്ചേഞ്ചിൽ വരുന്ന റേറ്റുകളിൽ വരുന്ന ആ ഒരു ഡിഫറൻസ്, ദാറ്റ് ഇസ് കവേർഡ്. അവർക്ക് ആ ഒരു റിസ്ക് എടുക്കേണ്ടതില്ല. സെക്കൻഡ്ലി എന്താണ്, ഇവർക്ക് ഈ ഒരു ഇൻട്രസ്റ്റിൽ വരുന്ന ഇൻട്രസ്റ്റ് എക്സ്ചേഞ്ച് റേറ്റിൽ വരുന്ന റേറ്റിലുള്ള ഡിഫറൻസ് ഇവർ ആര് തന്നെ ബെയർ ചെയ്യണം? ഇൻവെസ്റ്റർ തന്നെ ബെയർ ചെയ്യണം. പക്ഷേ ഹ്യൂജ് റിട്ടേൺ എപ്പോഴും എവിടെ നിന്ന് തന്നെയായിരിക്കും? അൺകവേർഡിൽ നിന്ന് തന്നെയായിരിക്കും റിട്ടേൺ കൂടുതൽ കിട്ടുക.